ബോസ്, നമ്മളിത് എവിടെയാ? ഇതെങ്ങനെയാ നമ്മൾ ഇവിടെ എത്തിയത്? എനിക്കിതെങ്ങനെ അറിയാനായിട്ടാ? കണ്ണും കാതൊക്കെ തുറന്നു പിടിച്ചോ. ചിലപ്പോ ഇത് ശത്രുക്കളുടെ വല്ല കളിയുമായിരിക്കും. ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. എന്റെ സ്റ്റാച്ചു ഇപ്പോ കാണുന്നില്ല. മന്ത്രി സാറേ, അതിലും വലിയ പ്രോബ്ലം കണ്ടോ? ഈഫിൽ ടവർ ഇതേ മിർച്ചി നഗറിൽ എത്തി നിക്ക. ഭൂകമ്പം കാരണം വസ്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയെന്നാ തോന്നുന്നേ. എന്നാൽ ഇത്രയും വലിയൊരു ഭൂകമ്പം എവിടുന്നായിരിക്കും വന്നത്? ഇതൊരു സാധാരണ ഭൂകമ്പം ഒന്നും ആയിരുന്നില്ല ലിറ്റിൽ സിംഗം. ഇതൊരു ആസ്ട്രോയിഡ് ആയിരുന്നു. അത് ഭൂമിയായിട്ട് കൂട്ടിമുട്ടിയതാ. മാത്രമല്ല, അതൊരു ബൂമറാങ്ങിനെ പോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മളെ തന്നെ വീണ്ടും ഒന്നുകൂടെ ഇടിക്കാൻ പോവാ. ഇത് കണ്ടോ? നിങ്ങൾ വിഷമിക്കണ്ട പ്രൊഫസർ. ആ ആസ്ട്രോയിഡ് അങ്ങനെ കറങ്ങി വന്നാ ഞാൻ അതിനെ ഒരു കറക്ക് കറക്കും. പിന്നെ അത് ഭൂമിയുടെ അല്ല, ഈ ഗാലക്സിയുടെ മൊത്തം അഡ്രസ് എന്നേക്കുമായി മറക്കും. നക്ഷത്രങ്ങളുടെ കാവൽക്കാരൻ ലിയോ. ലിറ്റിൽ സിംഗത്തിന്റെ പുതു അവതാരം. ലിറ്റിൽ സിംഗത്തിന്റെ പുതു അവതാരം. സിംഹങ്ങളുടെ ലോകത്തിൽ ഗർജനങ്ങൾ മുഴങ്ങുന്നു. ലിറ്റിൽ സിംഗത്തിന്റെ കൂട്ട ശബ്ദങ്ങൾ മുഴക്കുന്നു. ലിറ്റിൽ സിംഗത്തിന്റെ പുതു അവതാരം. ലിറ്റിൽ സിംഗത്തിന്റെ പുതു അവതാരം. സ്വയം ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യൂ. ലിയോ താരത്തിന്റെ രക്ഷകനാണ് ലിറ്റിൽ സിംഗം. സിംഗം സിംഗം. Rise of Super Singam. Rise of Super Singam. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ കുഞ്ഞ്, ആരെങ്കിലും സഹായിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ, എന്റെ കുഞ്ഞ്. താങ്ക് യു ലിയോ. നീ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു. നീ ശരിക്കും ഒരു സൂപ്പർ സിംഗം തന്നെയാണ്. യു ആർ വെൽക്കം. ഞാൻ ചെന്നിട്ട് ആസ്ട്രോയിഡിനെ പ്ലീസ് ഞങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കൂ. ഓ, ന്യൂട്ടന്റെ ഒരു തല. ഇത് നേരത്തെ കൂട്ടിയിടിച്ച ആ ആസ്ട്രോയിഡ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. ബബ്ലി, സോറി ലിട്ടോ, എങ്ങനെയാന്നറിയില്ല ഈ ആസ്ട്രോയിഡ് എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞതോ. ഓ എന്റെ ബബ്ലി, നീ അതിന്റെ പുറകെ പോയില്ലേ? അപ്പ അങ്ങനെ പേടിച്ചു പോയതാ. മുൻപിൽ കൂടെ പോവായിരുന്നില്ലേ? എന്തൊക്കെ ഈ കാണുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? എടാ ആസ്ട്രോയിഡ്, നീ മിർച്ചി നഗറിലെ കുട്ടികളോടാണ് കളിക്കുന്നത്. ബബ്ലി, ഇത് നിയമത്തിനെതിരാണ്. അടിച്ച് പൊളിച്ചോണ്ട്. അയ്യോ കരാട്ടെ. എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുമ്പോൾ പിന്നെ സിംഹത്തിന്റെ പഞ്ച മാത്രമേ ഒരു വഴിയുള്ളൂ.
ഇപ്പൊ എന്താ ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഏലിയൻ ആണല്ലോ. അത് പുറത്തുള്ള ലോകത്തിന്റെ സ്പൈ ആയിരിക്കും. ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. എന്നാലും നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഇവിടെ എത്തിയത്? സാറേ, ഈ പാവങ്ങള് അവരുടെ വീട്ടിലേക്കുള്ള വഴി മറന്നെന്നാ തോന്നുന്നത്. എന്റെ അമ്മ! എന്നോ എന്നോട് പറയൂ, നിങ്ങളുടെ വീട് എവിടെയാണ്? ഇത് നിങ്ങളുടെ വീടല്ല കൂട്ടുകാരെ, ഇത് ഐഫിൽ ടവറാണ്. അത് ഇത് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാ. മാത്രമല്ല ഉടനെ തന്നെ പാരീസിലേക്ക് വിളിക്കണം. എന്റെ പ്രതിമ അവിടെ ഉണ്ടോന്ന് നോക്കണ്ടേ? നീയോ നീ ആ ഏലിയൻസിന്റെ കാര്യമൊക്കെ നോക്ക്. ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ. ബൈ. ലിയോ, ഏലിയൻ ബേബിയുടെ കയ്യിൽ എന്തോ കാണുന്നുണ്ടല്ലോ. കണ്ടിട്ട് ഏതോ പ്ലാനറ്റിന്റെ ടാറ്റു പോലെയുണ്ട്. പക്ഷെ ഇതിപ്പോ പകുതി പ്ലാനറ്റ് അല്ലേ ഉള്ളൂ. ചങ്ങാതി, നിന്റെ കൈ ഒന്ന് കാണിക്കാവോ പ്ലീസ്? ഇത് പ്ലൂട്ടോ ആണല്ലോ. ഇത് കുറച്ചു കാലം മുമ്പ് വരെ സോളാർ സിസ്റ്റത്തിലെ നൈറ്റ് പ്ലാനറ്റ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഓർബിറ്റിലെ ചില കണ്ടീഷൻ കാരണം ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ് ആയി കണക്കാക്കാറില്ല. പ്രൊഫസർ, നിങ്ങൾക്ക് ഈ പ്ലൂട്ടോയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ന്യൂട്ടന്റെ ഒരു തലേ, ഇത് സാധാരണ സ്പേസ് ഷിപ്പ് ഒന്നും അല്ല. ഞാൻ നിനക്ക് വേണ്ടി വളരെ ഗംഭീരമായ ഫ്ലൈയിങ് ടൈപ്പ് സ്പേസ് ഷിപ്പ് തന്നെ അറേഞ്ച് ചെയ്ത് തരാം. വരൂ ബബ്ലി. അപ്പൊ ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ വീട്ടിലെത്തിച്ചു തരാം കേട്ടോ. അയ്യോ, ഇവരിതെങ്ങോട്ടാ പോന്നെ? വേഗം പിടിച്ചോ. അതെ, നിന്നെ. കരട്ടെ, ഈ വരിക. ലിയോ, നമ്മുടെ ഫ്ലൈയിങ് സ്പേസ് ട്രിപ്പ് റെഡിയാണ്. എന്നാ പിന്നെ ഞങ്ങളും റെഡിയാ. എന്താ കൂട്ടുകാരെ, വീട്ടിൽ പോവല്ലേ? ഹ